നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ ഭീകരർക്ക് 1, 2, 3 ക്രമത്തിൽ എണ്ണി മറുപടി നൽകിയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രാജ്യത്തിന്റെ മഹിളാ രത്നങ്ങളായ വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും. അതെ, ഓപ്പറേഷൻ സിന്ദൂർ രാജ്യം സമർപ്പിച്ചത് പഹൽഗാമിൽ കണ്ണീർ വാർത്ത നമ്മുടെ സഹോദരിമാർക്ക്. ഓപ്പറേഷൻ സിന്ദൂർ പാക് അധീന കശ്മീരിൽ മാത്രമല്ല, പാകിസ്ഥാനിലും മിസൈൽ പെരുമഴ തീർത്തു. ഇത്രയും വലിയ ഭീകരവിരുദ്ധ പോരാട്ടം ലോകം കണ്ടിട്ടില്ല. ജെയ്ഷെ മുഹമ്മദ് എന്ന കൊടും ഭീകര സംഘടനയുടെ തലവൻ മസൂദ് അസറിന്റെ വീടിനുള്ളിൽ മിസൈൽ പതിച്ചപ്പോൾ നടുങ്ങിയത് പാക് പട്ടാളവും സർക്കാരും. മസൂദ് അസറിനെ സംരക്ഷിച്ച് പിടിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞെങ്കിലും മരിക്കുന്നതായിരുന്നു നല്ലതെന്ന അസറിന്റെ പ്രതികരണം ജീവിച്ചിരിക്കുന്ന ഓരോ ഭീകരവാദിക്കും തോന്നണം. ഇന്ത്യ തുടങ്ങിയിട്ടേയുള്ളൂ. ഭീകരരെ പോറ്റി വളർത്തി ഇന്ത്യൻ മണ്ണിലേക്ക് തുറന്നുവിടാൻ പാകിസ്ഥാൻ ഇനിയും അനുഭവിക്കും. ലഷ്കർ ഇ തോയ്ബയും ഹിസ്ബുൾ മുജാഹിദീനും ഞങ്ങളുടെ പരിലാളനയിൽ അല്ലെന്ന് ഇനി പാകിസ്ഥാൻ ആരോട് പറയും? ഇരവാദവുമായി പാകിസ്ഥാൻ പതിവ് കള്ളക്കളി തുടങ്ങുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ പാകിസ്ഥാന് കഴിയുമോ? പ്രൈം ഡിബേറ്റിൽ എന്നോടൊപ്പം KP അഭിലാഷ് ഉണ്ട്. ഒപ്പം ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ മിഥുൻ വിജയകുമാർ, ശ്രീ മേജർ രവി, ഡോക്ടർ G ഗോപകുമാർ, MS വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ശ്രീ മോഹൻ വർഗീസും പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ആദ്യം ശ്രീ മേജർ രവി, ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിനെ? അതിന് പാകിസ്ഥാൻ നൽകുന്ന ഈ മറുപടി ഉണ്ടല്ലോ, അത് ഭീരുക്കളുടെ മറുപടിയല്ലേ? ഒരു സംശയമില്ല മഞ്ജുഷ്, ഇത് കാലത്തൊട്ട് ഇത് തന്നെയാണ്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ടൊരു സാധനം അവലോകനം ചെയ്തേക്കാം. അവർ പലതും ക്ലെയിം ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ വന്ന് അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാൻ TVക്കകത്ത് നടക്കുന്ന പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് നമ്മുടെ എയർബേസുകൾ തകർത്തിട്ടുണ്ട്. അതിന് പാകിസ്ഥാനിൽ നിന്ന് കാശുമായിട്ടിരിക്കുന്ന ഇവിടെ ഒരു ചാനലുകാരൻ ഇരിപ്പുണ്ട്. അവനിതിൻ്റെയൊക്കെ എവിടുന്നൊക്കെയുള്ള ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലുകാരൻ വളരുന്നുണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രോഡ്സ് ഹു വാസ് അറസ്റ്റഡ് ഏർലിയർ. അങ്ങനെയുള്ള ആൻറ്റി നേഷൻസിനെയും കൂടെ നമ്മൾ ഓരോരുത്തരും കാണണം, കണ്ട് മനസ്സിലാക്കണം. ഇതിപ്പോൾ എന്താണ്, അവിടെ ഇരുന്നിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യ പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങളും പിൻവലിക്കാമെന്ന്. ഇന്ത്യ പിൻവലിക്കില്ല മക്കളെ. കാരണം നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? അവർക്ക് കിട്ടേണ്ട അടി കിട്ടിയിരിക്കുന്നു. ഇനി അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്രിക്കഷൻ എന്താവും എന്നുള്ളത് പാകിസ്ഥാൻ അറിയാവുന്നത് കൊണ്ടും, പക്ഷേ രാജ്യത്തിൻ്റെ മുന്നിൽ അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ റിട്ടാലിയേറ്റ് ചെയ്തു എന്ന് പറയാനാണ് ചെറിയ ചെറിയ ഷെല്ലാക്രമണങ്ങൾ പൂഞ്ച് രജോറി സെക്ടറിലും താഴത്തിട്ട് പല്ലാംപാലയ്ക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള അറിയില്ല, പൂഞ്ച് രജോറി സെക്ടറിൽ നടക്കുന്നുണ്ട്. ഈ ഷെല്ലിങ് അവിടെ എന്നും നടക്കുന്നതായിരുന്നു. ഏത് സമയത്ത് അവർക്ക് തോന്നുമ്പോൾ ഷെല്ലടിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് അതെല്ലാം യൂസ്ഡുമാണ്. അവിടെ എല്ലാം ആ കറക്റ്റായിട്ടുള്ള ബങ്കേഴ്സും ഇതെല്ലാം ഗവൺമെൻറ് കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഒരു അപായവും ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ ആളുകളതിനെ ശരിയായ രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസരത്തിൽ എന്തിനാണ് നിങ്ങളിത് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അടി കിട്ടി എന്നുള്ളത് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഡിഫൻസ് മിനിസ്റ്റർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. UN-ലേക്ക് അടക്കം വിളിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ഇന്ത്യയോട് പറയൂ ഞങ്ങൾ റെഡിയാണ് അവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളെവിടേക്കാണ് വിഡ്രോ ചെയ്യുക? നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമുക്ക് കൺഫേമാണ്. ഇന്ത്യക്കാർക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒരിടത്തും ഡിഫീറ്റഡ് ആയിട്ടില്ല. നമ്മൾ വി ആർ ദ വിന്നേഴ്സ്. വി ഡിഡ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്തു. പ്രതികാരം എങ്ങനെ കൊടുക്കണമെന്നുള്ളത് എത്ര കൃത്യമായിട്ടും കാൽക്കുലേറ്റീവായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അന്ന് നമ്മൾ എനിക്ക് ഓർമ്മ മഞ്ജുഷായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം തുടങ്ങുന്ന എവിടെയായിരിക്കും? പൂഞ്ച് രജോറി സെക്ടർ എന്നായിരിക്കും. അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആ ഏരിയയിലുള്ള 6 ക്യാമ്പുകളെയാണ് അടിച്ചു താഴ്ത്തുന്നത്. അത് POKയിലുള്ള ക്യാമ്പുകളാണ്. POKയിൽ വരുന്ന മിലിറ്ററി ക്യാമ്പുകൾ ഉണ്ടെന്നുള്ളത്, മിലിറ്റൻസിൻ്റെ ക്യാമ്പുകൾ ഉണ്ടെന്നുള്ളതും അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ISI ആണെന്നുള്ളതും ലോകത്തിന് എല്ലാവർക്കും അറിയാം. പക്ഷേ പാകിസ്ഥാൻ മാത്രം സമ്മതിക്കില്ല. അങ്ങനെ ക്യാമ്പേ ഇല്ല, ഞങ്ങൾ മിലിറ്റൻസിനെ വളർത്തുന്നില്ല. ഈ ഇത്രയും നുണ പറയുന്ന ഒരു രാഷ്ട്രത്തിന് ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല.
ഏത് പാകിസ്ഥാന്റെ അടുത്ത നുണ അത് ഇരവാദമാണല്ലോ. പാകിസ്ഥാൻ ഇപ്പോഴും പറയുന്നത് സാധാരണക്കാരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്നാണ്. പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന ഈ സാധാരണക്കാർ എന്ന് പറയുന്നത് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെയാണല്ലോ. കാരണം മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, കൊടും ഭീകരന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ക്യാമ്പുകളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ISIയുടെ ഏജന്റുമാരും അതുപോലെ തന്നെ പാക് പട്ടാളത്തിന്റെ പ്രതിനിധികളുമാണ്. യെസ്, അവിടെയാണ് മഞ്ജുസ് നമ്മൾ ഈ പോയിന്റിലേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നസെൻ്റ് ആൾക്കാർ ആരാണ്? ഈ മിലിറ്റൻസ്. അവർ വളർത്തിയെടുത്തിട്ട് ഭക്ഷണം കൊടുത്ത് പാലൂട്ടി വളർത്തിയിട്ടുള്ള ഈ മിലിറ്റൻസ് എന്ന് പറയുന്നതും അവരിൽ കൂടെ സമ്പാദിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് പാകിസ്ഥാൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ ഫണ്ട് ചെയ്യുന്ന ആരാണ്? ISI. ഈ ISI ആരാണ്? ഇതുപോലുള്ള മിലിറ്റൻസിനെ വളർത്തുന്ന ഒരു സംഘടന. പാകിസ്ഥാൻ ആർമിയുടെ അണ്ടറിൽ വരുന്നത്. പക്ഷേ ആർമിയുടെ അണ്ടറിലാണെങ്കിലും അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ആർമി എന്ന് പറയുമായിരിക്കും, പക്ഷേ ആർമിയുടെ അണ്ടറിലാണ് ഗവൺമെൻറ്. അതുപോലെ തന്നെ ആർമിയുടെ അണ്ടറിലാണ് ISI എന്ന് പറയുമ്പോൾ ISIയുടെ അണ്ടറിലാണ് ആർമി കിടക്കുന്നത്. ISI തീരുമാനിക്കും. കാരണം അവരെപ്പോലെ ഇത്രയും എന്ന് പറഞ്ഞാൽ ആ പൈസയെ ഏത് രീതിയിലും എങ്ങനെയാണെങ്കിലും രാജ്യത്ത് നിന്ന് നശിച്ചാലും ശരി അവർക്ക് പൈസ ഉണ്ടാക്കുക, അവർക്ക് ആഷ് ചെയ്യണം, അവർക്ക് ജീവിതത്തിൽ സൂഹിക്കണം. അങ്ങനെയുള്ള സുഖലോലുപന്മാരായിട്ടുള്ള ഗുണ്ടാസാണ് ഈ ISIയിൽ കിടക്കുന്നത്. അവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, മറ്റവരെ കൊല്ലുക, അതിനുള്ള പ്ലാനിങ് ചെയ്യുക, അത് കഴുത്തറുത്തിട്ടായാലും ഏത് ചെയ്താലും ശരി ലോകത്തിൽ ഭീകരത സൃഷ്ടിക്കുക. ഭീകരത എന്ന് പറഞ്ഞാൽ ആ പേടി ഉണ്ടാക്കി വയ്ക്കുക. പക്ഷേ അവർക്ക് ചൂസ് ചെയ്ത കൺട്രി എന്ന് പറയുന്നത് അത് ഇന്ത്യയായിപ്പോയി. ഇപ്പുറത്ത് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് 78 അത് വിട്ടേക്ക് ഒരു 90s 80s തൊട്ടിട്ട് നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിനെ വിറപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇവിടെ ആരും വരയ്ക്കുന്നില്ല. ലോക്കൽസിനെ എത്രയോ ആൾക്കാർ നിങ്ങൾ വന്ന് കൊന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ എന്തേ നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ചോദിക്കാതിരുന്നത്? ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കാശ്മീരിനെ തകർക്കുന്നത് മൂലം ഇന്ത്യക്ക് ഇതുപോലുള്ള അടികൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ യു വർ ഡൂയിങ് എ കോൾഡ് വാർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മിലിറ്റൻസിൻ്റെ സഹായത്തോടു കൂടി കാശ്മീരിൽ കോൾഡ് വാർ നടത്തുമായിരുന്നു പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ ഗവൺമെൻറ്റും. അത് എവിടെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ അതിനെ ന്യായീകരിക്കും. കാരണം ഇന്നലെ ഇപ്പം അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ അട്ടൗൾ തരാർ അയാളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നാണ് ഇന്ത്യ ആക്രമിച്ചത് എവിടെയാണ്? ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നതെന്ന്. കൂട്ടത്തിൽ പറഞ്ഞു ഞങ്ങളുടെ ഒരു പള്ളിയും തകർത്തു. ഒരു യുദ്ധത്തിൽ പള്ളിയില്ല, അല്ലെങ്കിൽ ആരാണ് എന്താണെന്നുള്ളതില്ല. അതാദ്യം അയാൾ മനസ്സിലാക്കണം. നിങ്ങൾ യുദ്ധത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തുള്ള എല്ലാം ഏത് രാജ്യം പവർഫുള്ളാണോ അവരുടെ തന്നെയാണ്. അവർ തകർക്കേണ്ടത് തകർക്കും. അതിനെ പള്ളി നോക്കിക്കൊണ്ടൊന്നും ഒരു രാജ്യം പോയിട്ട് പള്ളീനെ തകർക്കാൻ നിൽക്കില്ല. അത് വേണ്ട. അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ ഇതുപോലുള്ള ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ അത് തകരുമ്പോൾ ഒരു ഷെല്ല് അപ്പുറത്ത് വീണമെങ്കിൽ അത് ഇൻറ്റൻഷനല്ല. പിന്നെ നിങ്ങളുടെ ഇന്നസെൻ്റ് ആൾക്കാർ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിലവിളി കൂട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ ടെററിസ്റ്റുകളുടെ ഫാമിലിയാണോ നിങ്ങളുടെ ഇന്നസെൻ്റ് ആളുകൾ? നിങ്ങളെന്തിനാണ് അവരെല്ലാം ഈ ക്യാമ്പിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലാതെ വലിയ 2 ലീഡേഴ്സിനെ ഇപ്പം നിങ്ങൾ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിനകത്ത് ആർമിയുടെ പ്രൊട്ടക്ഷനിൽ ക്യാൻറ്റീനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ രാജ്യത്തല്ലതാ. ഇത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ ഒസാമ ബിൻ ലാഡനെ കുറിച്ച്? അപ്പോൾ ആ പാകിസ്ഥാനിൻ്റെ അടുത്ത് പല പ്രാവശ്യം അമേരിക്ക ചോദിച്ചു, അല്ല നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ല. അവസാനം അമേരിക്ക അവരുടെ അകത്ത് പോയിക്കൊണ്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോയി കൊന്നിട്ട് കടലിൽ താത്തിയതിന് ശേഷവും അവർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാം അത് ഫേക്കാണെന്ന്. അപ്പം അങ്ങനെ നുണ പറയുന്ന ഒരു രാജ്യത്തിനെയാണ് നമ്മൾ യുദ്ധത്തിൽ. അത് മാത്രമല്ല, ബിൻ ലാദൻ ഫണ്ട് ചെയ്ത ക്യാമ്പ് പോലും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. 9 ക്യാമ്പുകളിൽ ആക്രമണം നടത്തുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതാ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നായിരിക്കാം ഇന്ത്യയുടെ തിരിച്ചടി എന്ന്. ആ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ആ തിരിച്ചടിയാകട്ടെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഉള്ള ഒരു തിരിച്ചടി എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? ഇന്ത്യ എപ്പോഴും ആവർത്തിക്കുന്ന ഒന്നാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേൽ ഇന്ത്യ കടന്നു കയറുകയില്ല എന്നുള്ളത്. ഇപ്പോഴും സൈന്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമല്ല, കൃത്യമായി 9 ഇടങ്ങൾ, 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തു. അവിടെ 21 തവണ ഇന്ത്യ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിൽ തങ്ങളുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് അസദിന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അസദിൻ്റെ കുടുംബാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിലടക്കം പാകിസ്ഥാൻ ആർമിയും ISIയും ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ 2 വനിതാ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് നമ്മൾ ആക്രമണം നടത്തിയത് എന്ന് വിശദീകരിക്കുന്നു. അതായത് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മാച്ച ആ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മറുപടി നൽകുമ്പോൾ ഇതിനപ്പുറത്ത് ലോകത്തിന് മുന്നിൽ വെക്കാൻ ഒന്നുമില്ല, ഇതിനപ്പുറത്തേക്ക് എന്നല്ലേ നമുക്ക് പറയേണ്ടി വരുന്നത്? ശ്രീ മോഹൻ വർഗീസ്.
തീർച്ചയായും സിന്ദൂരം 26 സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു രാജ്യം അതിന് വലിയ ഗൗരവമാണ് കൊടുത്തത്. അതിനുള്ള പ്രതിവിധി ഉണ്ടായിരിക്കുന്നു. 14 ദിവസത്തെ കാലതാമസത്തിനിടെ ഇടയ്ക്ക് ചെയ്യാവുന്ന ഏതാണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം ആക്രമണത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയുടെ ഒരു പ്രഹരശേഷി കാട്ടുന്നു എന്നതിനുപരിയായി ഇന്ത്യയുടെ ഒരു ധാർമ്മിക പ്രതിബദ്ധത കൂടി വിളിച്ചോതുന്ന ഒന്നാണ്. ഒരൊറ്റ സൈനികനെയോ സിവിലിയനെയോ കൊല്ലാതെ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭീകര ടെറർ ഫാക്ടറി മാത്രമാണ്, ടെറർ എന്ന ഇൻഡസ്ട്രിയെ മാത്രമാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ വ്യക്തമായ സൂചന നൽകുകയാണ്. ഇത് ആദ്യ റൗണ്ട്, വേണമെങ്കിൽ പറയാം സിന്ദൂർ വേവ് 1 എന്ന് പറയാം. ഈ ഒന്നാം വേവിൽ പാഠം പഠിച്ചില്ല എങ്കിൽ രണ്ടാം വേവിലേക്ക് ഭാരതത്തെ കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പ്രതികരണമെങ്കിൽ തീർച്ചയായും പാകിസ്ഥാന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് വാസ്തവം. ഇത് നോക്കൂ, എടുത്ത ടാർഗറ്റുകൾ, അത് ഇന്ത്യ കണ്ടെത്തിയ ടാർഗറ്റുകൾ 21 ഏറിയൽ സോർട്ടീസ് ആണ്, അല്ലെ 21 അറ്റാക്കാണ് നടന്നത് 9 കേന്ദ്രങ്ങളുടെ നേരെ. അതായത് നഴ്സറി ടു ദ യൂണിവേഴ്സിറ്റി ആൻഡ് ടു ദ ലോഞ്ചിങ് പാഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. ഈ ഭഗവൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ മൗലാന മസൂദ് അസറിന്റെ താവളം. അത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇന്ത്യ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ, ഇന്ത്യയുടെ ആകാശത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്യാതെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ എവിടെയെങ്കിലും എവിടെ വേണമെങ്കിലും ആക്രമണം നടത്താം എന്നതിന്റെ സൂചനയാണ്. സാധാരണഗതിയിൽ ഈ ബഹൽപൂർ എന്ന് പറയുന്ന സ്ഥലം ആക്രമണത്തിന് തെരഞ്ഞെടുക്കുമെന്ന് ആരും കരുതുന്നില്ല, കാരണം ഇത്രയും ദൂരെ ഉള്ള ഒരു സ്ഥലമാണ്, അത് പഞ്ചാബിലെ സ്ഥലമാണ്. പക്ഷേ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 പേരെങ്കിലും കാലയവരിക്കുള്ളിൽ മറഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനൊരു ജീവിതം എന്തിന് എന്ന് മസൂദ് അസർ തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭീകരത എന്ന് പറയുന്നതിന്റെ തിക്തഫലം തിരിച്ച് അനുഭവിക്കുന്ന സുരഭിര നിമിഷങ്ങളാണ്. അതുകൊണ്ട് ഇന്ത്യ അവിടെ മറുപടി കൊടുത്തു. അത് ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ്, നഴ്സറിയാണ് എന്ന് പറയാമെങ്കിൽ അതിന് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് ലഷ്കർ ഇ തോയ്ബ. ഇപ്പം ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിൽ നിന്നും ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. ലഷ്കർ ഇ തോയ്ബയുടെ തലവൻ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന മസൂദ് അസം, ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ആണ് അവിടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവിടുത്തെ ഒരു മാർക്കസ് തൈബ എന്ന കേന്ദ്രം, മുറിഡ്ഖയിലെ മാർക്കസ് തൈബ എന്ന കേന്ദ്രത്തിൽ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഹഫീസ് അസദിന്റെ താവളമാണ്. ഹഫീസ് അസദിനെയൊക്കെ വളരെ മുൻപ് തന്നെ പാകിസ്ഥാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി വിവരമുണ്ടായിരുന്നു. പക്ഷേ അവിടെയും കനത്ത നാശനഷ്ടമാണ്. അതിർത്തിയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് ഹഫീസ് സയ്യിദ്. അപ്പൊ ഇവിടെ 2 പേര്, അതായത് ഇന്ത്യ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭീകരരുടെ താവളങ്ങളിൽ, ഒന്ന് ജയ്ഷെ മുഹമ്മദ്, മറ്റേത് ലഷ്കർ ഇ തോയ്ബ താവളങ്ങളിൽ ആക്രമണം. അതുകൊണ്ട് ഒരുപക്ഷെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആയിരിക്കാം ആക്രമണം നടത്തിയത്. പക്ഷേ ഭീകരതയ്ക്ക് മുഖമില്ല എന്നും പേരില്ല എന്നും ഇന്ത്യക്കെതിരെ നടത്തുന്ന എല്ലാ ഭീകരതയും ഒരുപോലെ തന്നെ കാണണമെന്നും ഇതൊരു ലോങ് ടേം ആവറേജ് എടുക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചുണക്കുട്ടികളായ വനിതാ മിലിറ്ററി ഓഫീസേഴ്സ് രാജ്യത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കാര്യങ്ങൾ പറയുകയാണ്. കണക്ക് സഹിതം പാകിസ്ഥാൻ എവിടെ കണക്കെന്ന് ചോദിക്കുമ്പോൾ ഇതാ ലോകത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് കണക്കുണ്ട്, എണ്ണി 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 പറയുകയാണ്. ഇതിനേക്കാൾ വലിയ തെളിവ് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഹാജരാക്കാനില്ല. പാകിസ്ഥാൻ ഇനിയും തെളിവുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് പാകിസ്ഥാന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീജിത്ത് പണിക്കർ, എങ്ങനെയാണ് താങ്കൾ ഇന്നത്തെ ആക്രമണത്തെ കാണുന്നത്? അത് മാത്രമല്ല, അതിനുശേഷമുള്ള പാകിസ്ഥാന്റെ പ്രതികരണം ശ്രദ്ധിച്ചുവല്ലോ. ഷഹബാസ് ഷെരീഫ് പറയുന്നത് ഇന്ത്യയുടെ വിമാനങ്ങളെ അടിച്ചിട്ടു പാകിസ്ഥാൻ എന്നുള്ളതാണ്. മറിച്ച് അവിടെ സംഭവിച്ചത് പാകിസ്ഥാന്റെ ഒരു വിമാനം ഇന്ത്യ അടിച്ചിട്ടുണ്ട്, ചൈനയുടെ സമ്മാനം. ശ്രീ മഞ്ജുഷ്, പാകിസ്ഥാനെ ഒരു കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ തന്നെ നേരത്തെ തെളിയിച്ചതാണ്. മുമ്പ് നമ്മുടെ എയർ സ്പേസ് ബ്രീച്ച് ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ F-16 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഈ അമ്യുനേഷൻ്റെ ബാലൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതിനെ നമ്മൾ എടുത്ത് കാണിക്കേണ്ടി വന്നു. അത് വെച്ചിട്ട് ഒരു പ്രസ് മീറ്റൊക്കെ നടത്തിയതിന് ശേഷമാണ് F-16 പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ തന്നെ നമ്മൾ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സാജിദ് മിർ എന്നൊരു ഭീകരവാദി 2008 അറ്റാക്ക് പ്ലാൻ ചെയ്ത, അതിന് ഫൈനാൻസ് ചെയ്ത സാജിദ് മിർ ജീവിച്ചിരിക്കുന്നില്ല, മരിച്ചുപോയി എന്ന്
കള്ളം പറഞ്ഞ രാജ്യമാണ്. പിന്നീട് വലിയ പ്രഷർ ഇൻ്റർനാഷണലി ഉണ്ടായപ്പോൾ മാത്രമാണ് അയാളുടെ സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് തയ്യാറായതും അയാളെ അറസ്റ്റ് ചെയ്യുന്നതും 15 വർഷക്കാലത്തേക്ക് അയാളെ ഈ ടെററിസ്റ്റ് ഫണ്ടിങ്ങിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ചങ്ങാതിയൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഈ നടന്നിരിക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയമാണ് നമ്മുടേത് എന്നാണ്. അതിന് ഒന്നല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അടുത്ത കാലത്ത് നമ്മുടെ 3 സൈന്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇതിൽ 3 സൈന്യത്തിൻ്റെയും വളരെ കൃത്യമായിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അത് കാണിക്കുന്നത് തന്നെ നമ്മുടെ സൈനിക ശക്തിയാണ്, ഏകോപനത്തിൻ്റെ മികവ് കൂടിയാണ്. അപ്പോൾ അത് വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനിലേക്ക് അത് കലാശിക്കുന്നു. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ക്രോസ് ബോർഡർ ടെററിസത്തിനെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ഇഞ്ച് മണ്ണിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 3 ഫോഴ്സസും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന നിലയ്ക്ക് നമുക്കിതിനെ കാണാം. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റിംഗ് ആണ്. കാരണം സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാകാതെ ഇരിക്കുക, അതേപോലെ തന്നെ പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലത്തേക്ക് അവരുടെ മിലിറ്ററി ബേസുകളെ അറ്റാക്ക് ചെയ്യാതിരിക്കുക, പക്ഷേ വളരെ ശക്തമായ രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടി കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു പ്രദേശത്ത് മാത്രമല്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ ഇത്തവണയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഇന്ത്യ ഒരു തിരിച്ചടി നൽകും എന്നായിരിക്കും. പക്ഷേ അവിടെയാണ് കേവലം നമ്മുടെ നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ മുതൽ അതിന് മുകളിലേക്കുള്ള ഓരോ ഇപ്പോൾ 100 കണക്കിന് കിലോമീറ്ററുകൾ വരെ താണ്ടി 9 പ്രിസൈസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എടുത്തതിന് ശേഷം അവിടെയെല്ലാം വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ലഷ്കർ ഇ തൈബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബ് ചെയ്യുക, അതിൽ തന്നെ ഈ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളെ തന്നെ ഇല്ലാതെയാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ നേട്ടങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു എയർ ഒഫൻസിന് പോകുന്ന ഒരു രാജ്യമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വം എന്നതിനെ പരിഗണിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു വേർഡാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആണെങ്കിലും നമ്മുടെ വളരെ ബ്രേവായിട്ടുള്ള 2 വനിതാ സോൾജിയേഴ്സ് ആണെങ്കിലും പറഞ്ഞിരിക്കുന്നത്. പ്രീഎംപ്റ്റീവ് മെഷേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ ടെററിസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് അടവെച്ച് വിരിയിക്കുന്ന ഈ ഭീകരവാദികളെല്ലാം തന്നെ നാളെ ഇന്ത്യയിലേക്കാണ് വരുന്നത്. അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടല്ല ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത്. ഇവരെ എല്ലാവരെയും തന്നെ അവിടെ വെച്ച് അടവെച്ച് വിരിയിച്ച് വളർത്തുന്നത് ക്രോസ് ബോർഡർ അതിന്റെ ഒരു വാചകം പറഞ്ഞിരുന്നു. കാരണം ഇത് ഇന്ത്യക്ക് തെളിയിക്കണം എന്തുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന്, ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് എന്ന്. പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതാണ് ഇതിനെ അപലപിക്കണം എന്ന്. പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഭീകരരെ ഇങ്ങനെ കടത്തിവിടില്ല എന്ന കാര്യം പറയണമെന്നും ഭീകരപ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുകയില്ല എന്ന് പറയണമെന്നും ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് പാകിസ്ഥാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഈ ഭീകരർ അത് പാകിസ്ഥാനിലെ നഴ്സറികളിൽ നിന്ന് ലോഞ്ചിങ് പാഡുകളിലേക്ക് വന്ന് അവിടെ നിന്ന് ഇന്ത്യൻ അതിർത്തി കടന്ന് കശ്മീരിലെത്തി ആക്രമണം നടത്താൻ ഉണ്ടാകരുത് എന്നുള്ള തീരുമാനം ഇന്ത്യ എടുത്തു. ഇക്കാര്യം വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും പറഞ്ഞിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ. ഇതാണ് കാരണം എന്ന്. എന്തായാലും ഇത് തന്നെയാണ് കാരണമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ മേജർ രവി, ഇനി അങ്ങോട്ട് ഭീകരരെ കടത്തിവിടുവാൻ പാകിസ്ഥാന് തടസ്സം നിൽക്കുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കാണല്ലോ ഇത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇത്രയും വലിയൊരു ഭീകരവിരുദ്ധ പോരാട്ടം നടന്നിട്ടുണ്ടാകുമോ? ഇത് എല്ലാ രാജ്യങ്ങളും ഭീകരതയ്ക്കെതിരാണ്, വർത്തമാനം പറയുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ശത്രുവിന്റെ മടയിൽ കയറി അടിക്കുക, അതാണല്ലോ മസൂദ് അസറിന്റെ വീട്ടിൽ മിസൈൽ പതിച്ചത്. ശ്രീ മഞ്ജുഷ്, ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം, ജനങ്ങൾക്ക് ഇതുവരെ അറിയാത്തതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. നമ്മൾ കുറേ യുദ്ധങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 62, 65, അത് കഴിഞ്ഞ് 71, അത് കഴിഞ്ഞിട്ട് 99 കാർഗിൽ, അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലത്ത് ഈ മിലിറ്റൻസി എല്ലാം. ഈ സമയത്തൊക്കെ ഇന്ത്യക്ക് ഒരു കമ്പൈൻഡ് ഡിഫൻസ് ചീഫ് ഉണ്ടായിരുന്നില്ല. CDS എന്ന് പറയുന്ന ആ ഒരു ഇതിപ്പോൾ എന്താണ് 3 ആർമി, നേവി, എയർഫോഴ്സ് ഇവർക്കെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു സീനിയർ അവിടെ ഇരിപ്പുണ്ട്. കാരണം അതാണ് അവിടെ നിന്നാണ് ഈ ഡിസിഷൻ എല്ലാം എടുത്തിട്ട് ഓർഡർ ഗവൺമെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കമ്പൈൻഡ് ഡിഫൻസ് ചീഫിൻ്റെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ യുദ്ധത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സിനും, യുദ്ധം അല്ല പറയുന്നത്, ഇതുപോലുള്ള ഓരോ മൂവ്മെൻറ്റ്സിനും എല്ലാം കൊളീഡ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ 1 പോയിന്റിൽ നിന്നാണ് ഇത് വരുന്നത്. നോ കൺഫ്യൂഷൻ. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു അറ്റാക്കാണ് ഇന്നലെ രാത്രി നടന്നിരിക്കുന്നത്. ബിക്കോസ് എയറിൻ്റെ കോർഡിനേഷൻ, അതേപോലെ തന്നെ ആർമിയുടെ സന്നാഹം, ആർമിയുടെ ഗൺസ്, ആർട്ടിലറി ഗൺസ് എല്ലാം ലോങ് റേഞ്ച് ഫയറിങ്ങിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ എയർ അറ്റാക്കിനകത്ത് എന്തെങ്കിലും റിട്ടാലിയേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു തുടക്കമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മിലിറ്റൻസി ക്യാമ്പിനെ
ഇന്നേ വരെ ഒരു രാജ്യത്തും ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരിക്കുന്നത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള പ്രശ്നമാണ്. അതവിടെ സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ ഇവിടുത്തെ ഈ മിലിറ്റൻസി ഉണ്ടെന്നുള്ളത്, കാശ്മീരിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞിട്ടും പാകിസ്ഥാൻ പോയി നിലയും വിളിയും കൂട്ടുന്ന സമയത്ത് പല സമയത്തും പല രാജ്യങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? ഇന്ത്യയുടെ ഗ്രോത്ത് ഇവരെ കൊണ്ട് സഹിക്കുന്നില്ല. അപ്പോൾ അതിന് കണ്ടത് എന്തായിരുന്നു? ഈ മിലിറ്റൻസി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യ വിൽ നോട്ട് ഗ്രോ. ഇതൊരു അസൂയ, എല്ലാ രാഷ്ട്രങ്ങളിലുള്ളതാണ്. മറ്റൊരു രാജ്യം വളരുന്നത് കാണുന്ന സമയത്തുള്ള അസൂയ. ആ അസൂയയിൽ പെട്ടിരിക്കുന്നതായിരുന്നു ഇന്ത്യ. പക്ഷെ അതിനെല്ലാം മാറ്റിമറിച്ച ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ആരാണെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇന്ത്യയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയായി ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാർക്ക്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഇവിടെ വരുന്ന ആളുകളും അതുപോലുള്ള ഡിപ്ലോമാറ്റിക്കൽ ഡീലിങ്സും. അതാണ് ഇന്ത്യ ഇന്ന് ഈ അറ്റാക്ക് കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരാൾ ഖണ്ഡിച്ചോ? ഈവൻ ചൈന പോലും കമൻ്റ് അടിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, വി ആർ വിത്ത് യു. പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അവിടെ പോയി സംസാരിച്ചു, വി ആർ വിത്ത് യു, പക്ഷേ വി ആർ എഗൻസ്റ്റ് ടെററിസം. അതാണ് ഒരു ടെക്നിക്കലായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന വളരെ ക്ലവറായിട്ടുള്ളൊരു ഡയലോഗാണത്. വി ആർ എഗൻസ്റ്റ് ടെററിസം. അതുകൊണ്ട് നിങ്ങൾ ടെററിസം ഉണ്ടെന്ന് നിങ്ങളുടെ അകത്ത് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വിൽ നോട്ട് സപ്പോർട്ട് യു. അപ്പോൾ എന്താണ്? അവർ സപ്പോർട്ട് ചെയ്യില്ല. അത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ പേടി നമുക്ക് വേണ്ട. ചൈനയ്ക്കറിയാം ഇതിനകത്ത് അവർ എന്തെങ്കിലും കാരണവശാൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തും ഡാമേജസ് വരും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇപ്പോൾ 62 വാർ പോലെ എല്ലാ ഡാമേജസും നമ്മളിങ്ങോട്ട് ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഇന്ന് ഇന്ത്യ നിൽക്കുന്നത്. ഇതപ്പുറത്തും കൂടെ അവർക്ക് ഡാമേജ് വരുന്ന സമയത്ത് ആദ്യമായിട്ടായിരിക്കും ചൈനയ്ക്ക് ഇങ്ങനെ അടി കിട്ടാൻ പോകുന്നത്. അപ്പോഴാണ് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന്. യെസ്, അവർ നമ്മളെയൊക്കെ ശക്തരായിരിക്കാം, പക്ഷേ ഇതെല്ലാം ഒരു പട്ടാളക്കാരുടെ വിൽ പവർ. ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരാൾ 36 ആൾക്കാരെ ഫേസ് ചെയ്ത് എത്രയോ ബുള്ളറ്റ് കൊണ്ട് ശരീരത്തിൽ മുഴുവൻ ബുള്ളറ്റും കയറിയിട്ട് വിക്രം ബത്രയെ പോലുള്ള ആളുകൾ കാർഗിൽ യുദ്ധത്തിൽ കയറി പോയിട്ട് 10-40 പേരെ വെടിവെച്ച് കൊന്നിട്ടുള്ള ഡെഡ് ബോഡി ആയി കിടന്നിട്ടുള്ള പട്ടാളക്കാരുള്ള രാജ്യമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ള ഇന്ത്യക്ക് ഇതുപോലെ ചൈനയുടെ ഈ സ്ട്രെങ്ത് കാണിച്ചിട്ടൊന്നും പേടിപ്പിച്ച് കഴിഞ്ഞാൽ നിൽക്കില്ലത്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ഒരു വിൽ പവർ ഉണ്ടല്ലോ, അതിപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. കാരണം നമുക്ക് ആ നാഷണലിസം, ആ പെട്രിയോട്ടിസം എന്നുള്ളത് നമുക്ക് വന്നിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും കാണാം. പക്ഷെ അതിനകത്തും ഇവിടെ പുഴുക്കുത്തുകളുണ്ട്. നമ്മുടെ ഇവിടെ ഇരുന്നു കൊണ്ട് രാജ്യത്തിന് എഗനിസ്റ്റായിട്ട് സംസാരിക്കുന്നത്, അവരിൽ നിന്നാണ് ജനങ്ങൾ മാറി നിൽക്കേണ്ടത്. അതുപോലെ പറയുന്നവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം പാകിസ്ഥാൻ ഒരിക്കലും സത്യം പറഞ്ഞിട്ടില്ല, എന്നും നുണ പറഞ്ഞിട്ട് ജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ നുണ വിജയിക്കുന്നില്ല. എന്തായാലും രാത്രി ഞാനൊരു 3 മണിക്ക് കാണുന്ന സമയത്ത് ആ ജേർണലിസ്റ്റ് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളിതൊക്കെ പറയുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടോ? അപ്പോൾ പറയും, നാളെ കാലത്ത് ഞങ്ങൾ അയച്ചു തരാം. സ്ത്രീകളെ കൊന്നിട്ടുള്ളതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഒരു യുദ്ധം അറ്റാക്കും കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയാമെങ്കിൽ ആ സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇന്ന് ഇത്രയും മോഡേൺ ടെക്നോളജി ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് അവർക്ക് ഓഫീസ് ഒരു തെളിവുമില്ല. പാകിസ്ഥാൻ ഇതുവരെ ഒരു തെളിവും പുറത്തുവിട്ടിട്ടില്ല. സാധാരണക്കാരെ ഇന്ത്യ കൊലപ്പെടുത്തി എന്നുള്ള തെളിയിക്കുവാനുള്ള ഒരു കാര്യവും, ഒരു ഫോട്ടോയും, ഒരു തെളിവും പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ഭീകര ക്യാമ്പുകളാണ് ആക്രമിച്ചത് എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു എന്ന് മാത്രമല്ല, അത് വന്നതെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ്. അവിടുത്തെ മീഡിയ പുറത്തുവിട്ടതാണ്. അവിടുത്തെ ചില നാട്ടുകാർ തന്നെ പറയുകയാണ്, മസൂദ് അസറിന്റെ വീട്, അതിന് മുകളിൽ മിസൈൽ 4 തവണ ഇന്ത്യൻ മിസൈലുകൾ പതിച്ചിരുന്നു എന്ന്. അതാണ് ആദ്യമായിട്ട് മസൂദ് അസറിന്റെ താവളം ആക്രമിച്ചു എന്നതിന്റെ ഫുൾ പ്രൂഫായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. എന്നിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ പറയുകയാണ് സാധാരണക്കാരെയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്തത്. അല്ലേ ശ്രീ വേണുഗോപാൽ സാർ കൂടി? ശ്രീ MS വേണുഗോപാൽ, ഇവിടെ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വാദങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇന്ത്യ വാർത്താ സമ്മേളനം നടത്തുന്നു. അതായത് പുലർച്ചെ 1 മണിക്ക് ആരംഭിച്ച ആക്രമണം 1:30 25 മിനിറ്റ്, 9 കേന്ദ്രങ്ങൾ, 21 ഹിറ്റുകൾ. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. പാകിസ്ഥാനെ പോലെയല്ല ഇന്ത്യ, അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്ന ഇന്ത്യ. പിന്നീട് രാജ്നാഥ് സിംഗ് വൈകിട്ട് സംസാരിക്കുമ്പോൾ അടക്കം പറയുന്നു, ഞങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല, ഞങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നില്ല, പാകിസ്ഥാന്റെ സൈന്യത്തെ ആക്രമിക്കുന്നില്ല, അവിടുത്തെ സാധാരണക്കാരെ ആക്രമിക്കുന്നില്ല. പഹൽഗാമിൽ സാധാരണക്കാരായ ആളുകളുടെ കണ്ണീർ വീഴ്ത്തിയത് ആരാണ്? അവർക്ക് മാത്രമാണ് മറുപടി എന്ന് പറയുകയും അതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകുകയുമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതേ സമയത്ത് ചർച്ച ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയിൽ അടക്കമുള്ള പാകിസ്ഥാന്റെ തിരക്കഥകൾ പൊളിയുന്ന കാഴ്ച ആണ് എങ്കിൽ, ഇന്നിതാ ഇന്ത്യ തെളിവുകൾ നിരത്തുന്നു, ഞങ്ങൾ ആക്രമിക്കുന്നത് ഇതാണ്, ഞങ്ങൾ ആക്രമിച്ചത്. അതിനെ ശരിവെക്കുന്ന പ്രതികരണം മസൂദിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. തീർച്ചയായും. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന് ഒരു സൂചന നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ 1000 കട്ട്സ് തിയറിക്ക് ഞങ്ങൾ ഒരു ബദൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത്
ഓരോ കട്ടിനും അതിനേക്കാൾ ഭീകരമായ ഒരു കട്ട് നിങ്ങൾക്കും ഏൽക്കേണ്ടി വരും എന്ന്. അത് നമ്മൾ ഉറി ബാലാക്കോട്ട് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ കുറേ കൂടെ വ്യക്തമായി പാകിസ്ഥാന് മനസ്സിലായിരിക്കുന്നു ഇന്ത്യ ഓരോ കട്ടിനും നല്ല ഒരു മുറിവ് തിരിച്ചു കൊടുത്തിരിക്കും എന്ന്. ഇത് നമ്മൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയതുകൊണ്ട് പാകിസ്ഥാൻ പറയുന്ന പോലെ 1000 cuts എന്ന് പറയുന്ന പോലെ നമ്മളിത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രവൃത്തി കൊണ്ട് ഇന്ത്യ അത് പാകിസ്ഥാനെയും ലോകരാഷ്ട്രങ്ങളെയും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും പാകിസ്ഥാൻ പെട്ടെന്ന് പഠിക്കും എന്ന് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലും പാകിസ്ഥാൻ ഈ ടെൻഷനെങ്കിലും മിനിമം നിലനിർത്തണം. അത് പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. പാകിസ്ഥാൻ്റെ ഭരണ സംവിധാനം നിലനിർത്തുന്നതിൻ്റെ ആവശ്യമാണ്. പാകിസ്ഥാൻ ആർമിക്കുള്ളിലുള്ള ഈ ഡിവിഷൻ ഇല്ലാതാക്കുന്നതിന് ഇത് ആവശ്യമാണ്. അതിനാണ് അവർ ഇപ്പോഴും ഈ ബഹാവൽപൂരിൽ നമ്മൾ മസർ അസൂദിൻ്റെ തലയ്ക്ക് മുകളിൽ കൊണ്ട് ബോംബിട്ടിട്ടും അവർ പറയുന്നത് അത് സാധാരണക്കാരനെയാണ് നമ്മൾ ആക്രമിച്ചത്. അപ്പോൾ ഇരവാദമാണ് ഇപ്പോൾ അവർ തുടങ്ങുന്നത്. പിന്നീട് മതവാദവും അവർ നടത്തുകയാണ്. ഞങ്ങളുടെ മദ്രസ മോസ്ക് ആക്രമിച്ചിരിക്കുന്നു. ശരിക്ക് മോസ്ക് അല്ല അവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, അത് ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലന കേന്ദ്രം തന്നെയാണ്. തീർച്ചയായിട്ടും പരിശീലന കേന്ദ്രമാണ്. ആ പരിശീലന കേന്ദ്രം ആക്രമിക്കും. നമ്മൾ ഇതിനു മുമ്പും സത്യമുണ്ട്, ഭീകരവാദികൾ എവിടെ ഇരുന്നാലും നമ്മൾ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടും. അത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നമ്മൾ കണ്ടതാണ്. ഭീകരവാദി അതിനകത്ത് വന്നാൽ നമ്മൾ ആക്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. താവളമാക്കിയിരിക്കുന്നത് തന്നെ ഈ അസദ് താവളമാക്കിയിരിക്കുന്നത് ഈ മോസ്കും അല്ലേ, മർക്കസും ഒക്കെ തന്നെയാണ്. മർക്കസ് ശരിക്കും പറഞ്ഞാൽ മോസ്ക് അല്ല, അത് മർക്കസാണ്. അവർ മോസ്ക് എന്ന് ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. അവിടെ സ്വിമ്മിംഗ് പൂള്, പ്ലേ ഗ്രൗണ്ട് അടക്കം വളരെ ലക്ഷറി ആയിട്ട് ഈ മസർ അസൂദിനും കുടുംബത്തിനും പിന്നെ അവരുടെ എയ്ഡിനും കളിച്ച് രസിച്ച് ജീവിക്കുന്നതിനുള്ളൊരു താവളമാണ്. അതിനൊപ്പം ട്രെയിനിങ് നടത്തുന്നവർക്ക് വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനും ഉല്ലസിക്കാനുമുള്ള സ്വിമ്മിംഗ് പൂളുകളും മറ്റ് സൗകര്യങ്ങളും ചെറിയൊരു സിനിമാ തിയേറ്റർ വരെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ഒരു കളിച്ചു വളരാനുള്ള, ടെററിസ്റ്റുകൾക്ക് കളിച്ചു വരാൻ ട്രെയിനിങ്ങിന് ശേഷം ഒരു ഉല്ലാസത്തിനുള്ള ഒരു കേന്ദ്രമായിട്ടാണത് മാറ്റിയിരിക്കുന്നത്. അവിടെ ആയുധ പരിശീലനമുണ്ട്, അതുപോലെ തന്നെ മതപഠനമുണ്ട്, ആയുധ പരിശീലനമുണ്ട്, ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പാകിസ്ഥാന് ഞെട്ടലുണ്ടാക്കിയത് ഈ ബഹാവൽപൂർ ആക്രമണം തന്നെയാണ്. പഞ്ചാബിലേക്ക് കയറി നമ്മളിങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്നോ അല്ലെങ്കിൽ അത് മസർ അസൂദിൻ്റെ തലയ്ക്കുമേലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇടുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ആർമി, പാകിസ്ഥാൻ ISI, പാകിസ്ഥാൻ ഭീകരവാദം പ്ലസ് മസർ അസൂദ്, ഇത് അവരുടെ ഇക്വേഷൻ കുറേ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ 2 എണ്ണം, ഒന്ന് പുൽഗാമയാണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്കാണ്. ഈ 2 അറ്റാക്കുകളും ഈ ജെയ്ഷെ മുഹമ്മദയും ഈ മസർ അസൂദിൻ്റെയും സൃഷ്ടിയായിരുന്നു എന്നുള്ളതാണ്. അന്ന് പേരിനായിട്ട് ഒരു വർഷം എന്തോ തടങ്കലിൽ, അതൊരു കണ്ണിൽ പൊടിയിടാനായിട്ട് ഇപ്പോഴും അവർ അങ്ങനെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ ഈ മസർ അസൂദിൻ്റെ കുടുംബാംഗങ്ങളെ കബറടക്കുന്നിടത്ത് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയക്കാർ, പാകിസ്ഥാൻ്റെ പട്ടാളം എല്ലാം സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ടെററിസത്തിന് ഇപ്പോഴും സല്യൂട്ട് അടിച്ച് നിൽക്കുന്നു എന്നുള്ളത് ഉള്ള പിക്ചറാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് മാത്രമല്ല, പാക് അധീന കശ്മീരിലെ ബിലാലിൽ അവിടെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദിയുടെ സംസ്കാര ചടങ്ങിലും പങ്കെടുത്തത് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ISI ഏജന്റുമാരുമാണ്. പാകിസ്ഥാന്റെ നമ്മൾ പറയില്ലേ, നമ്മുടെ രാജ്യത്ത് പാർലമെന്റ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എന്ന് പറയില്ലേ, ഇതുപോലെ പാകിസ്ഥാനിലെ ഭരണ സംവിധാനം നിലനിൽക്കുന്നത് ആർമി, ISI, ഭീകരവാദം, അവസാനം പൊളിറ്റീഷ്യൻ. ഇതാണ് അവരുടെ നെറ്റ്വർക്ക്. അവരുടെ നമുക്ക് 3 pillars ആണെങ്കിൽ അവർക്ക് 4 pillars ആണുള്ളത്. ഈ 4 pillars-ലാണ് പാകിസ്ഥാനെ ഈ കഴിഞ്ഞ അവർക്ക് നമ്മൾ 2ആയി പിരിഞ്ഞതിന് ശേഷം മുഴുവൻ കാലവും അവർ ഈ 4 pillars വെച്ചാണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 4 pillars-ൽ 3 pillars സ്ട്രോങ് ആവുകയും പൊളിറ്റീഷ്യൻ എന്ന പില്ലർ വളരെ ദുർബലമായി പോവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലവിലുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ കഥ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ചൈനയ്ക്ക് മാത്രം ഇത് വ്യക്തമായിട്ടില്ല. കാരണം ചൈനയ്ക്കൊരു ഉദ്ദേശമുണ്ട്, 5 പൈസ ചെലവില്ലാതെ അവരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന ഒരു രാജ്യമായ, ഭയപ്പെടുത്തുന്ന മറ്റൊന്നിലുമല്ല, നമ്മൾ ധനസ്ഥിതിയിലും നമ്മൾ പുരോഗതിയിലും അവരെക്കാൾ മുന്നിൽ വരുമോ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുമോ എന്ന ഭയം കൊണ്ട് അവരുദ്ദേശിക്കുന്നത്
പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്കെതിരെ 5 പൈസയുടെ ചെലവില്ലാതെ ഒരു യുദ്ധം നടത്തുക, അല്ലെങ്കിൽ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഇന്ത്യയുടെ ശ്രദ്ധ ഇന്ത്യയുടെ വികസനത്തിലും ഇന്ത്യയുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ നിന്നും മാറി ഒരു പ്രതിരോധത്തിനും ഇതിനകത്ത് നമ്മളെപ്പോഴും ഈ യുദ്ധത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിനുമാക്കി മാറ്റണം എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ശ്രീ മിഥുൻ വിജയകുമാറിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ചൈന പോലെയുള്ള ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടാകാം. പക്ഷേ പാകിസ്ഥാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ അതെല്ലാം പൊളിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തുന്നു, മറുപടി നൽകുന്നു, ചുട്ട മറുപടി നൽകുന്നു. അതും ഭീകരവാദത്തിന് മാത്രമല്ല, ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എല്ലാ തിന്മകൾക്കും എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി ആ സ്പോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക്, ഒരുപക്ഷെ ഈ സർക്കാരും ഭരണകൂടവും സൈന്യവും ഒക്കെ സാധാരണക്കാരെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളൊന്നും ഈ സാധാരണക്കാർ ആക്രമണത്തിന് ഇരകൾ ആക്കപ്പെട്ടതൊന്നും കാണുന്നില്ല എന്നതാണല്ലോ വസ്തുത. അപ്പോൾ കൃത്യമായി, അതായത് ലോകത്തോട് ഇന്ത്യ എന്താണോ പറയാറുള്ളത് അത് തന്നെയാണ് ഇവിടെ ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നതും. അതായത് തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നു, അവിടെ കൃത്യമായ ആക്രമണം നടത്തുന്നു. അത് തീവ്രവാദ നേതാക്കൾക്ക് തന്നെ സ്ഥിരീകരിക്കേണ്ടിയും വരുന്നു. അത് മാത്രവുമല്ല, സ്ത്രീകൾ തന്നെ ഈ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ആ പോരാട്ടത്തെക്കുറിച്ച് സ്ത്രീകൾ തന്നെ വിശദീകരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലം. തീർച്ചയായും അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ ഒരിക്കലും ഒരു ഫുൾ സ്കെയിൽ വാർ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടെററിസ്റ്റ് ക്യാമ്പുകളെ മാത്രം തെരഞ്ഞു പിടിച്ചടിച്ചത്. കാരണം അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും നല്ല ബോധ്യമുള്ള സ്ഥലങ്ങളാണ്. അതായത് പാകിസ്ഥാനിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ UN-ന്റെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പല ഡോക്യുമെന്റ്സിലും നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളുടെയൊക്കെ റെഫറൻസ് കാണാൻ പറ്റും. കാരണം ഇവിടെയാണ് ടെററിസ്റ്റിനെ അവരുടെ ഒരു ടെറർ ഹബ്ബായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണിത്. ഇവിടെ നിന്നാണ് പല ടെററിസ്റ്റിനെ അവർക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചടിച്ചത് ഇന്ത്യക്കൊരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സിവിലിയൻ ലൈഫ് അഫക്റ്റഡ് ആവരുത്, മിലിറ്ററി എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചറിനെ ഒന്നും അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ഇന്ത്യ ഒരു ആക്ഷൻ എടുത്തിട്ടുള്ളത്. ഇവിടെ ഉദാഹരണത്തിന് ഇപ്പം മുരീദ് കെയിലെ ഈ ലഷ്കർ-ഇ-തയ്യബ ട്രെയിനിങ് ക്യാമ്പ് അതെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ പോലെ പല ഇന്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ ട്രെയിനിങ് നടക്കുന്നത് അവിടുത്തെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ 21 ദിവസത്തെ ഒരു റിലീജിയസ് ട്രെയിനിങ് ഉണ്ടാവും. അതിന്റെ പേര് ദോറായ സഫ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഒരു 21 ദിവസത്തെ ഒരു ബേസിക് കോമ്പാറ്റ് കോഴ്സ് ഉണ്ട്, അതായത് ദോറായ ആം എന്നാണ് അതിനെ പറയുന്നത്. അത് കഴിഞ്ഞ ഒരു 3 മാസത്തെ അഡ്വാൻസ്ഡ് കോഴ്സാണ് അവർ കൊടുക്കുന്നത്, ദോറായ ഖാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് ബേസിക്കലി ടെററിസ്റ്റിന് വേണ്ടിയുള്ള ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടായി മാറി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് എല്ലാം അറിയാവുന്ന സ്ഥലങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ചടിച്ചത് നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജിയാണ്. ആ മിലിറ്ററി സ്ട്രാറ്റജിക്ക് ശരിക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇന്റർനാഷണൽ പ്രഷർ മൗണ്ട് ചെയ്യാൻ പാകിസ്ഥാന് ഈ സ്ഥലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഏതൊരു അഗ്രഷൻ ഉണ്ടായി കഴിഞ്ഞാലും അതായിരിക്കും ഒരു പക്ഷേ ഒരു ആക്ട് ഓഫ് വാർ ആയിട്ട് കാണാൻ പറ്റുക. കാരണം ഇനി തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ റിറ്റാലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടെറർ ക്യാമ്പുകളെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറയാൻ പാകിസ്ഥാന് കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ടാർഗറ്റ് ചെയ്യുക സിവിലിയൻ ഏരിയാസിനെ ആയിരിക്കും. അത് വീണ്ടും അവരെ അഗ്രസറായിട്ട് തന്നെ പൊസിഷൻ ചെയ്യും. അപ്പോൾ പാകിസ്ഥാനെ ഒരു വലിയ രീതിയിൽ തീർത്ത് കളയാൻ ഇന്ത്യക്ക് ഒരു പക്ഷേ അതൊരു മോറൽ ഹൈ ഗ്രൗണ്ട് ആയിരിക്കും കൊടുക്കുക, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഏതൊരു റിറ്റാലിയേഷൻ. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല എന്ന മെസ്സേജ് നമ്മൾ വളരെ ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അതേസമയം നമ്മൾ പീസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ടെററിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 9 ലൊക്കേഷൻസ് നമ്മൾ അടിച്ചിട്ടുള്ളത്. മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്റേണൽ ഇഷ്യൂസ് വേറെയുണ്ട്. ഇപ്പൊ നമ്മൾ ടെറർ ക്യാമ്പ്സിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബലോച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ പട്ടാളത്തിലെ 14 പേരെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്നലെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അതേസമയത്ത് തെഹ്രീക്ക് താലിബാൻ പറയുന്നുണ്ട് പാകിസ്ഥാൻ എവിടെ മുറിയുന്നോ അവിടെ നോക്കി ഞങ്ങൾ അടിക്കുമെന്ന്. അപ്പം ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നുള്ള ചില ഫോഴ്സസ് പാകിസ്ഥാനെതിരെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തുകൊണ്ടൊരു എന്താ പറയുക, ഒരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു വലിയ ശത്രു ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ഉള്ളിൽ നിന്നുള്ള ചില ശക്തികളും പാകിസ്ഥാനെതിരെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക, ഇന്ത്യക്കെതിരെ ഒരു ഫുൾ ഫ്ലെഷ്ഡ് വാർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാർ തയ്യാറാവാനുള്ള ഒരു അവസ്ഥയല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാകിസ്ഥാന് തന്നെയാണ് അതിന്റെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുക. അതെല്ലാ കാലത്തെയും പോലെ ഇപ്പം അതിപ്പോൾ 1947 ട്രൈബൽ ഇൻവേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ 71 വാർ ആണെങ്കിലോ അല്ലെങ്കിൽ 99 ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർ ആണെങ്കിലോ ഒക്കെ തന്നെ പാകിസ്ഥാനിന് നമ്മൾ ഒരു എന്താ പറയുക, ഒന്നുകിൽ അവർ ആർമി റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ സറണ്ടർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഡിപ്ലോമാറ്റിക്കലി കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എപ്പോൾ ഒരു റിറ്റാലിയേഷനോ അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ഉണ്ടായിട്ടുണ്ടോ
ആ സമയത്തൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തീർച്ചയായും മിഥുൻ ഈ സൂചിപ്പിക്കുന്ന പോലെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക കരുത്ത് എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നല്ലോ ഇന്നത്തെ ആക്രമണം. കാരണം ഈ പറയുന്ന തീവ്രവാദികൾക്കെല്ലാം സംരക്ഷണം ഒരുക്കുന്നത് ആരെ എന്നത് ഇന്ന് മരണപ്പെട്ടവരുടെ, ഇന്ന് കൊല്ലപ്പെട്ടവരുടെ, ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവരുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല മസൂദ് അസറിനെ സംരക്ഷിക്കുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. അത് നിസ്സാര കാര്യമല്ല. അത് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതലാണല്ലോ അവിടെ പാകിസ്ഥാൻ എടുത്തത്. നേരത്തെ ഹാഫിസ് സയ്യിദിനെ ഇതുപോലെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഹാഫിസ് സയ്യിദ് കുറച്ചുകൂടി പാകിസ്ഥാന്റെ ഉള്ളിലേക്കാണ്. ലാഹോർ പ്രദേശത്താണ് ഹാഫിസ് സയ്യിദ് ഉള്ളത്. ഹാഫിസ് സയ്യിദിനെ കുറച്ചുകൂടി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ മസൂദ് അസറിനെ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ശ്രീജിത്ത് പണിക്കർ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ടാർഗറ്റായിരുന്നു മസൂദ് അസർ. പക്ഷേ പാകിസ്ഥാൻ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്നല്ലേ കരുതേണ്ടി വരുന്നത്? മസൂദ് അസർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഉച്ചയ്ക്കുണ്ടായിരുന്നു. ഇവിടം ടാർഗറ്റ് ചെയ്ത് ഇതേ ലഷ്കർ-ഇ ജെയ്ഷെ മുഹമ്മദിന്റെ താവളം ആക്രമിച്ചു എന്നുള്ള വാർത്ത വന്ന സമയത്ത്. പക്ഷേ അസറിനെ രക്ഷപ്പെടുത്തുവാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുള്ളത് അത് പാകിസ്ഥാൻ എത്രമാത്രം ഈ ഭീകരവാദികൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ? നിശ്ചയമായും മഞ്ജുഷ്, നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, മൗലാന മസൂദ് അസർ അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദ് പോലെയുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളിലൊന്നും തന്നെ കഴിയണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെ വരുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നതും പലപ്പോഴും ഇവരിത്തരം ക്യാമ്പുകളൊക്കെ സന്ദർശിച്ച് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയതിന് ശേഷം അവരെ ഒന്ന് എനർജൈസ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മടങ്ങുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ അവർ നിരന്തരമായിട്ട് അവിടെ താമസിക്കണം എന്നുള്ള ഒരു അർത്ഥമില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വളരെ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള ഒരു മിഷന് വേണ്ടി കുറേയധികം ആൾക്കാരെ വിടുമ്പോൾ നിശ്ചയമായിട്ടും ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. ആ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത്ര വലിയ സ്കെയിലിലേക്ക് വരും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ടെററിസ്റ്റ് ഹൈഡൗട്ടുകൾ തന്നെ ആയിരിക്കും ആക്രമിക്കുന്നത്, ലോഞ്ച് പാഡുകൾ തന്നെ ആയിരിക്കും ആക്രമിക്കുന്നത്, അവരുടെ ട്രെയിനിങ് സെൻറ്റർ അല്ലെങ്കിൽ ഇൻഡോക്ട്രിനേഷൻ സെൻറ്ററുകളൊക്കെ തന്നെ ആയിരിക്കും ആക്രമിക്കുന്നത് എന്ന് ഏകദേശം അവർക്കും ബോധ്യമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരിച്ചടി ഭയന്നുകൊണ്ട് ഇവരെയൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 14 ദിവസത്തെ ഇടവേളയിൽ അവരവിടെ തിരിച്ചു വരികയോ ഒന്നും ചെയ്യാനുള്ള സാധ്യതയും ഇല്ല എന്നാണ് പ്രൈമറിലി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ ആൾക്കാർക്ക് സുരക്ഷിതമായി പാകിസ്ഥാനിൽ കഴിയുന്നതിനുള്ള താവളങ്ങൾ ഇഷ്ടംപോലെ വേറെയുമുണ്ട് എന്ന് തന്നെയാണ്. അതായത് പാകിസ്ഥാനാണ് ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യമെന്നും ഇത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് ആക്ട് ആണ് എന്നും പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ അവർ സ്പോൺസർ ചെയ്യുന്ന ആരെങ്കിലുമല്ല, ആ രാജ്യം ഇറ്റ്സെൽഫ് ഒരു ടെററിസ്റ്റ് ആക്ടറാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആക്ടർ തന്നെയായിട്ട് മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് മാറുകയാണ്. ഇപ്പോൾ തന്നെ മറ്റു ഉദാഹരണങ്ങൾ, അതായത് ഇപ്പോൾ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഫ്യൂണറൽ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ പങ്കെടുക്കുന്നത് മിലിറ്ററി യൂണിഫോമിലുള്ള സെർവിങ് സൈനിക ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രോത്സാഹനമാണ് അവർ ഭീകരവാദത്തിന് നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടതില്ല. ലോകം മുഴുവൻ വലിയ ഭീകരവാദത്തിന് മാസ്റ്റർ മൈൻഡ് ചെയ്തിരുന്ന ഒസാമ ബിൻ ലാദനെ പോലെ ഒരാൾ അബോട്ടാബാദിലാണ് കഴിഞ്ഞിരുന്നത് എന്നും അവിടെ ഒരു സൈനിക ക്യാമ്പിന് സമീപത്താണ് താമസിച്ചിരുന്നത് എന്നതുമെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇന്ന് അറിവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട് എന്ന് മാത്രമല്ല, ആ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ട് ഐഡിയേഷൻ മുതൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അതിൻ്റെ മാസ്റ്റർ മൈൻഡായി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മതിയായ സംരക്ഷണം ഒരുക്കുന്നത് ആ രാജ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കുന്നത് എന്താണ്, എന്ത് തീരുമാനമെടുക്കുന്നതിനും സൈന്യത്തിനെ ചുമതലപ്പെടുത്തുന്നുവെന്നാണ്. സത്യത്തിൽ സൈന്യത്തിനെ ആരും ചുമതലപ്പെടുത്തേണ്ടെന്ന ആവശ്യം പോലുമില്ല. നമ്മൾ പറയുന്നത് പോലെ അതൊരു തെമ്മാടി രാഷ്ട്രം അല്ലെങ്കിൽ ഒരു റോഗ് നേഷനാണ്. അവിടെ ഭരിക്കുന്നത് പട്ടാളം തന്നെയാണ്. അപ്പോൾ പട്ടാളം എഴുതി കൊടുക്കുന്നു, ദാ ഇന്നതുപോലെ വായിക്കുക എന്ന് പറയുമ്പോൾ ഷഹബാസ് ഷെരീഫോ മറ്റാരെങ്കിലും ഒരാളത് വായിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് യാതൊരു വിധത്തിലുള്ള കാര്യവും അവിടെ ചെയ്യാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് മുമ്പ് ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് നമ്മൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് തുടങ്ങിയെന്നാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിനോട് നമ്മൾ ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിന് ശേഷം സൈനികരോട് ഒരു മിലിറ്ററി ഫ്രണ്ട് യുദ്ധത്തിന് പോലുമല്ല ശ്രമിക്കുന്നത്, മറിച്ച് അതിനേക്കാൾ ഭീരുത്വം പ്രകടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായുള്ള ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്ന ടെററിസ്റ്റുകൾ എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുമ്പോൾ അവർക്ക് അതേപോലെ തന്നെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്ന രീതിയിലത്തേക്ക് നമ്മൾ മാറുമ്പോൾ പല സ്ഥലങ്ങളെ ഒരൊറ്റ സമയത്ത് തന്നെ അവർ ടാർഗറ്റ് ചെയ്യുക എന്ന് വരുമ്പോൾ അവരുടെ ഭാഷ നമ്മൾ സംസാരിച്ച് തുടങ്ങി എന്നവർ മനസ്സിലാക്കും. രണ്ട്,
നമ്മൾ പുലർത്തുന്ന പൊതുവെയുള്ള റെസ്ട്രെയിൻറ്റ്, അഹിംസ എന്ന് പറയുന്ന തത്വം, ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു ദൗർബല്യമായിട്ട് അവരിനി കാണേണ്ടതില്ല എന്ന രീതിയിലത്തേക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. പിന്നെ ആദ്യം ആക്രമിക്കുന്നത് നമ്മളാവില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടേതൊരു റിറ്റാലിയേറ്ററി മെഷറാണ്. പാകിസ്ഥാൻ ഇനി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് റിറ്റാലിയേറ്ററി മെഷർ അല്ല, മറിച്ച് ഇതിനോടുള്ള അവരുടെ ഒരു റെസ്പോൺസാണ്. അവർക്ക് ഇതേപോലെ തന്നെ തിരിച്ചാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധ്യമല്ല. കാരണം ഒരു ടെററിസ്റ്റ് ഹൈഡൗട്ടുകളും ഇന്ത്യയിലില്ല. കാരണം ഇന്ത്യ സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസം നടത്തുന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആക്ടർ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ അവരാക്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ സിവിലിയൻ കേന്ദ്രങ്ങൾ, അതല്ല എങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള സെന്ററുകൾ, അതുമല്ല എങ്കിൽ അവർക്ക് സൈനിക ബേസുകൾ മാത്രമേ അവർക്ക് ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ അത് ഇന്ത്യക്ക് മതിയായ ഒരു യുദ്ധത്തിന് പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വാറിലേക്കെങ്കിലും പോകാനുള്ള മതിയായിട്ടുള്ള കാരണമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്ന രാജ്യം ഇനി നമ്മുടെ സൈനിക ബേസിലോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയോ നമ്മുടെ ഏതെങ്കിലും ഒരു എക്കണോമിക് സെന്ററിനെയോ ഒരു പവർ സ്റ്റേഷനെയോ ഒക്കെ തന്നെ ആക്രമിക്കുകയാണെങ്കിൽ അതിശക്തമായ രീതിയിലത്തേക്കുള്ള തിരിച്ചടി നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പാകിസ്ഥാൻ അറിയാത്തതല്ല. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ നിലനിൽക്കുന്നത് അവരുടെ സൈന്യത്തിന്റെ പേരിലോ ഇന്ത്യ വിരുദ്ധതയുടെ പേരിലാണ്. അത് രണ്ടും ഇന്ത്യയുടെ ഇന്നത്തെ ആക്രമണത്തിൽ ഒരു കാര്യം വ്യക്തമാണല്ലോ, ഇന്ത്യ പാക് വിരുദ്ധതയല്ല പ്രകടിപ്പിക്കുന്നത്, അത് ഭീകര വിരുദ്ധത തന്നെയാണ്. ഈ സന്ദേശം കൃത്യമായിട്ട് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന് ഞങ്ങൾ എതിരല്ല, പാകിസ്ഥാൻ ജനതയ്ക്കും ഞങ്ങൾ എതിരല്ല, പക്ഷേ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭീകരരെ ഇത്തരം നേഴ്സറികളിൽ വളർത്തിയെടുത്ത് അവിടെ നിന്ന് പാക് അധീന കശ്മീരിലുള്ള ലോഞ്ചിങ് പാഡിലേക്ക് വിട്ട് ആ ലോഞ്ചിങ് പാഡിൽ നിന്ന് നേരെ അതിർത്തി കടത്തി ഇന്ത്യയിലേക്ക് വിടുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണല്ലോ ലോഞ്ചിങ് പാഡ് മുതൽ ഇന്ത്യയുടെ ആക്രമണം ഇന്നുണ്ടായിരുന്നു. ലോഞ്ചിങ് പാഡ് മുതൽ 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് മിസൈലുകൾ പായിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വരുമ്പോൾ അത് കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകുകയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം, അത് ഭീകര വിരുദ്ധതയാണ് എന്ന് സംശയമില്ലല്ലോ ശ്രീ വേണുഗോപാൽ. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞതും അതുതന്നെയാണ്. നമ്മൾ ലക്ഷ്യം വെച്ചത് ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെയാണ്. അദ്ദേഹം ആ വാക്ക് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു, ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്ത് ബഹാവൽപൂരിലും മുരിഡ്കയിലും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 9 കേന്ദ്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ 2 കേന്ദ്രങ്ങൾ നമുക്ക് പ്രത്യേകം നിർബന്ധമുള്ളതാണ്. അവയാണ് പ്രധാനമായും ഇന്ത്യയിലേക്കുള്ള ടെററിസത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങളാണ് നമ്മൾ, അതുപോലെ തന്നെ മുസാഫർബാദ് അതുപോലെ സ്ഥലങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മൾ തകർത്തത്. അത് UN സെക്യൂരിറ്റി കൗൺസിൽ അതാണ് നമ്മുടെ, ഇതൊരു ഡിപ്ലോമാറ്റിക് വാറാണെന്ന് വേണമെങ്കിൽ പറയാം. UN സെക്യൂരിറ്റി കൗൺസിൽ ഇന്നലെ മിനിഞ്ഞാന്ന് എന്താണോ പറഞ്ഞത് അതാണ് ഇന്നലെ രാത്രി നമ്മൾ നടപ്പിലാക്കിയത്. അവർ പറഞ്ഞത് അതിർത്തി ലംഘിക്കരുത്, നിങ്ങളവിടെ മറ്റ് ടെൻഷൻ ഉണ്ടാക്കരുത്, പക്ഷേ ടെററിസത്തിനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എതിർക്കണം. അത് മാത്രമല്ല സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാന്റെ വാദം അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. പാകിസ്ഥാൻ അവിടെ താൽക്കാലിക അത് ശ്രീ ജയശങ്കറിന്റെ ഒരു മിടുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് കുറേ മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹം ഈ 15-ൽ 13 രാഷ്ട്രങ്ങൾ, അതായത് ചൈനയും പാകിസ്ഥാനും ഒഴിച്ച് മുഴുവൻ രാഷ്ട്രങ്ങളുടെയും പ്രതിനിധികളുമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും അവിടെ ഏകപക്ഷീയമായി ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഒരു ഇന്ത്യ വിരുദ്ധ മെസ്സേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിന് അനുവദിച്ചു കൊടുക്കരുതെന്ന് പറയുകയും അതിന് വേണ്ട ഫീഡ്ബാക്കുകൾ കൊടുക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇൻറ്ററാഗേഷനാണ് നടന്നത്. പാകിസ്ഥാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാകിസ്ഥാനോട് ബാക്കി 13 രാഷ്ട്രങ്ങളും ചോദിച്ച ചോദ്യങ്ങൾ, നിങ്ങളുടെ അവിടെ ടെററിസ്റ്റ് ക്യാമ്പ് ഉണ്ടോ, നിങ്ങൾ ടെററിസ്റ്റിനെ എതിർക്കുന്നുണ്ടോ, പഹൽഗാമിൽ നടന്നത് അത്തരത്തിൽ മ്ലേച്ഛമായ ഒരു ആക്രമണമല്ലേ, ഇങ്ങനെ ഒരു ഇൻട്രോഗേഷനാണ് ശരിക്കും അവിടെ നടന്നത്. അതിന് മറുപടിയാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യ ഇതൊരു ഡിപ്ലോമാറ്റിക് വാർ കൂടിയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണോ UN പറഞ്ഞത് ആ UN പറഞ്ഞതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അന്ന് രാത്രി തന്നെ ആക്രമണം നടന്നു. അന്ന് രാത്രി തന്നെ ആക്രമിച്ചു. അന്ന് രാത്രി തന്നെ. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ മുസാഫറാബാദിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. മുസാഫറാബാദിലും മുംബൈ ആക്രമണത്തിന് വന്ന അജ്മൽ കസബും കൂട്ടാളികളും പരിശീലനം നേടിയിരുന്നു. അവിടെ മാത്രമല്ല, ഈ പറയുന്ന ലഷ്കറിന്റെ മുരിഡ്കയിലും അവിടുത്തെ ക്യാമ്പിലും അജ്മൽ കസബിന് പരിശീലനം നൽകിയതാണ്. അപ്പോൾ ഈ മുസാഫറാബാദിലേക്ക് വരുമ്പോൾ അത് ശരിക്കും ഒരു ലോഞ്ചിങ് പാടാണല്ലോ. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മുരിഡ്ക എന്ന് പറയുന്നത് അത് പാകിസ്ഥാനിലാണ്.
പഞ്ചാബ് പ്രവിശ്യയിലാണ്. അവിടെ നിന്ന് വളർത്തിയെടുത്ത് ഈ ലോഞ്ചിങ് പാഡിലേക്ക് അയക്കുന്നു എന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് കണ്ടെത്തിയ വിവരങ്ങളാണ്. അതനുസരിച്ചാണല്ലോ ഈ 9 ക്യാമ്പുകളെയും ഐഡന്റിഫൈ ചെയ്തത്. ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വിവരങ്ങളും NIAക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളും അനുസരിച്ചാണ് ഈ ഓരോന്നും ലിസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ ഈ പറയുന്ന മസൂദ് അസറിന്റെ ക്യാമ്പും ഉൾപ്പെടുന്നു. അപ്പോൾ ഇവിടെയും അജ്മൽ കസബിനെ പോലെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് നൽകുകയും മതപഠനം നടത്തുകയും ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധത പൂർണ്ണമായിട്ടും ഈ ഭീകരരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ നൽകുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ പാക് അധീന കശ്മീരിൽ മാത്രമല്ല, പാകിസ്ഥാനിലേക്കും ഞങ്ങൾ ആക്രമണം നടത്താൻ മടിക്കില്ല എന്ന സൂചന കൂടി ഇവിടെ വരികയാണല്ലോ, വ്യക്തമായ സന്ദേശം നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയും ഭീകരപ്രവർത്തനവും പാകിസ്ഥാൻ തുടരുകയാണ് എങ്കിൽ, ഭീകരരെ അയക്കുകയാണെങ്കിൽ ഇതിനും അപ്പുറത്തേക്ക് ചെയ്യാൻ ഇന്ത്യക്ക് മടിയില്ല എന്ന് കാണിക്കുന്നത് കൂടിയാണല്ലോ ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ. തീർച്ചയായും മഞ്ജുഷ്, ഇതൊരു ലൗഡ് ആൻഡ് ക്ലിയർ മെസ്സേജ് ആണ്. അതായത് ടെററിസം നമ്മൾ ഒരിക്കലും വെച്ച് പൊറപ്പിക്കില്ല എന്നതിന് ഒരു വളരെ കൃത്യമായിട്ടൊരു മെസ്സേജാണ് കൊടുത്തത്. കാരണം പാകിസ്ഥാൻ ഇത്രയും ദിവസം അവരുടെ മിലിറ്ററി കേപ്പബിലിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പോലും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ 9 സ്ഥലങ്ങൾ, അവിടെ ഇപ്പോൾ മർക്കസ് സുബാനുള്ള അതെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ജെയ്ഷെ മുഹമ്മദിന്റെ ട്രെയിനിങ് ക്യാമ്പാണ്. അവിടെ പുൽവാമ അറ്റാക്കിന്റെ തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ അവിടെ ട്രെയിൻ ചെയ്യപ്പെട്ട സ്ഥലം അതായിരുന്നു. അവിടെ ഈ മൗലാന മസൂദ് അസറിനെ പോലുള്ള ആളുകളുടെ പ്രസൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് മർക്കസ് തൈബ മുരീദ് കെയിലെ. അപ്പോൾ അവിടെ ലഷ്കർ തൈബയുടെ മെയിൻ ട്രെയിനിങ് ക്യാമ്പാണത്. അവിടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 26/11 അറ്റാക്കേഴ്സ്, അജ്മൽ കസബ്, ഇവരൊക്കെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് തെഹ്റയിലുള്ള, അതായത് നാരോവാലിലെ സ്ഥലം. അവിടെ ജെയ്ഷെ മുഹമ്മദ് ഈ ഒരു സൈറ്റ് ഈ പറഞ്ഞ പോലെ ക്രോസ് ബോർഡർ ഇൻഫിൽട്രേഷനും ആംസ് സ്മഗ്ലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് സിയാൽകോട്ടിലെ അവരുടെ ഫെസിലിറ്റി, ഈ മമൂന ജോയ എന്ന് പറയുന്ന, അവിടെ ഹിസ്ബുൽ മുജാഹിദിന്റെ ക്യാമ്പ് ഉണ്ട്. അത് അവരൊരു ട്രെയിനിങ് കാഡറായിട്ട്, ഈ ട്രെയിനിങ് കാഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണത് ബേസിക്കലി. സോ പാകിസ്ഥാന്റെ നമ്മൾ ആക്രമിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ടെററിസ്റ്റ് ട്രെയിനിങ് ഫെസിലിറ്റി ആയിട്ടാണ് അവരതിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പം POKയിലാണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാനകത്താണെങ്കിലും. അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് എന്നതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. അതൊരു പക്ഷേ ഇന്ത്യക്ക് ഈ അറ്റാക്കിലൂടെ എക്സ്പോസ് ചെയ്യാനും പറ്റി, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. പാകിസ്ഥാന്റെ ഈ പറഞ്ഞ ലൊക്കേഷൻസിലൊക്കെ തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു വന്നു. ടെററിനെതിരെ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇന്ത്യക്ക് കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാൻ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ പറയുക, അതിലൊരു കൺട്രോൾ ഉണ്ടാകും നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. കാരണം പാകിസ്ഥാന്റെ ഉള്ളിലെ ആളുകൾ തന്നെ ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ബിലാവൽ ഭൂട്ടോ ഒക്കെ പറയുന്നത് ഞങ്ങൾ പണ്ട് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇപ്പം ഞങ്ങൾ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇത് അവർക്ക് കൂടുതലുള്ള ഒരു മെസ്സേജ് ആയിക്കോട്ടെ. കാരണം ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്കറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. അവിടെ നമ്മൾ കൃത്യമായ ഒരു അറ്റാക്ക് നടത്തുകയും ചെയ്തു. അപ്പോൾ അത് ടെററിസ്റ്റിനുള്ളൊരു മറുപടിയാണ്. അത് സിവിലിയൻ ലൈഫിനെ എഫക്ട് ചെയ്യുന്നില്ല, അവിടുത്തെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെ ഒരു രീതിയിൽ അഫക്ട് ചെയ്യുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ് ആയിട്ടാണ് നമ്മൾ ഇപ്പം കാണേണ്ടത്. ശ്രീജിത്ത് പണിക്കർ, ഇവിടെ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, അതായത് തിരിച്ചടികളുടെ രീതികളും സ്വഭാവവും മാറുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ ഭീകരാക്രമണത്തിന് ശേഷം തൊട്ടു പിന്നാലെ തെമ്മാടി രാഷ്ട്രം എന്ന് ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷാ പ്രയോഗം. പിന്നീട് നയതന്ത്ര യുദ്ധം ആരംഭിക്കുന്നു, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അടക്കം. പക്ഷേ ഇന്നും ഈ ആക്രമണശേഷം ആക്രമണത്തിന്റെ രീതി അടക്കം വിശദീകരിക്കുമ്പോൾ സ്കാഡ് മിസൈലുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. അതായത് വ്യാപനശേഷി കുറഞ്ഞ, ഇന്ത്യൻ ആർമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു സർജിക്കൽ, അതായത് ഒരു ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ എങ്ങനെ നടത്തുന്നോ അതുപോലെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ, ഒരിക്കലും ഒരു വ്യാപനം ഉണ്ടാകാൻ പാടില്ല. അതെ, പരിമിതമായ ഒരു ആക്രമണം എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം, ഇന്ത്യയിലെ സിവിലിയൻസിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോഴും അവർ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കാഡ് മിസൈലുകൾക്കൊക്കെ അപ്പുറത്തേക്ക് പോകണം എന്നവർ ശാഠ്യം പിടിക്കുന്നു എന്ന് വേണമോ നമുക്ക് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായും ചോദിച്ചാൽ കൊടുത്തല്ലേ പറ്റൂ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യൻ ഗവൺമെൻറ് ഒരിക്കലും മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുന്ന ഒരു തീരുമാനം നമ്മളായിട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയില്ല. നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. മറിച്ച് എല്ലായ്പ്പോഴും ഒരു ഡിഫൻസായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അതൊരു ഒഫൻസായി മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയുമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, 1971 ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് ഫോർമേഷന് കാരണമായിട്ടുള്ള ഡിസൈസീവായിട്ടുള്ള യുദ്ധത്തിൽ പോലും നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്ന പ്രവിശ്യകളാണെങ്കിലും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷൻസ് ഒഴികെ ബാക്കി ഭൂമിയാണെങ്കിലും സോൾജിയേഴ്സിനെയും
നമ്മൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു പ്രവിശ്യ കൈയടക്കാനായിട്ട് ശ്രമിക്കുന്ന രാജ്യമല്ല, മറിച്ച് നമ്മുടേതിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, അത് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ മികവ് കൊണ്ട്, നമ്മുടെ എക്യുപ്മെൻ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ മികവ് കൊണ്ട്, വളരെ കൃത്യമായിട്ടുള്ള അഡ്വൈസറി നൽകാൻ കഴിയുന്ന സൈനിക നേതൃത്വമുള്ളത് കൊണ്ട് ഒക്കെ തന്നെ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയും പ്രിസിഷൻ ടാർഗറ്റിംഗ് മാത്രം നടത്തി ഈ ലോഞ്ച് പാഡുകൾ, ഈ ഇൻഡോക്ട്രിനേഷൻ സെന്ററുകൾ, അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ, ഇതിനെ മാത്രം ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള ടാർഗറ്റിംഗ് എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജിക്കൽ പ്രിസിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യുന്നത്. അതിന് ചൂസ് ചെയ്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പോലും ഒരുപക്ഷെ കൊളാട്രൽ ഡാമേജ് ഉണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള നമ്മുടെ ശ്രദ്ധയാണ് കാണിക്കുന്നത്. അതല്ലാതെ പകൽ പോയി ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഒരു പക്ഷേ ഈ ഒരു പ്രവിശ്യയിൽ മറ്റേതെങ്കിലും ഒരു സിവിലിയൻ മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും അങ്ങനെയുള്ള കൊളാട്രൽ ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നത് ഇത് നോൺ എസ്കലേറ്ററി മെഷറാണ് എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് തീവ്രവാദികളെ മാത്രമാണ്. സൈന്യത്തിനെ ആക്രമിക്കുന്നില്ല, എക്കണോമിക് കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നില്ല, സിവിലിയൻസിനെ ആക്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് ഒരു തിരിച്ചടിയിലേക്ക് വരേണ്ടുന്ന സാഹചര്യവുമില്ല. ഇതങ്ങനെ ഒരു യുദ്ധസമാനമായിട്ട് യുദ്ധ സാഹചര്യത്തിലേക്ക് എസ്കലേറ്റ് ചെയ്തു പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പ്രതികരിക്കേണ്ടത് ആരാണ്? തീവ്രവാദികളാണ്. പാകിസ്ഥാൻ ഈ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് തിരിച്ചടിക്കേണ്ടെന്ന ആവശ്യമില്ല. കാരണം ടെററിസ്റ്റ് ഹൈഡൌട്ടുകളെ മാത്രമാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസമല്ല, എനിക്ക് തോന്നുന്നത് ഇന്ന് പുലർച്ചെയാണ് സ്കൈ ന്യൂസിന് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ തന്നെ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരുപക്ഷെ ഭീകരവാദത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് എന്നാണ്. അതല്ലാതെ അവർ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം ഉണ്ട് എന്നല്ല, മറിച്ച് തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ ഇരയാണ് പാകിസ്ഥാൻ എന്നാണ്. അങ്ങനെ ഒരു വാദം പാകിസ്ഥാൻ ഒരു രാജ്യം എന്ന നിലയ്ക്ക്, ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ഉണ്ട് എങ്കിൽ ഇന്ത്യ അവർക്ക് വലിയ സഹായമല്ലേ ചെയ്തിരിക്കുന്നത്? കാരണം ഈ തീവ്രവാദം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്നു എന്ന് അവരുടെ മന്ത്രി തന്നെ പറയുമ്പോൾ അവരുടെ കുറേയധികം ടെററിസ്റ്റ് ക്യാമ്പുകളെ നമ്മൾ നിർവീര്യമാക്കുന്നത് വഴി നമ്മൾ പാകിസ്ഥാനെ സഹായിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാൻ അതല്ല സത്യത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് നമ്മുടെ രാജ്യം ചെയ്യുന്ന സമയത്ത് അതൊരു നോൺ എസ്കലേറ്ററി മെക്കാനിസമാണ്. ഇനി മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് വരികയാണെങ്കിൽ അവർക്കിവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് ജെയ്ഷെ മുഹമ്മദിൻ്റെതോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും ടെററിസ്റ്റ് ഹൈഡൌട്ടുകൾ നമ്മുടെ രാജ്യത്തുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ഭീകരവാദികളെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസർജൻസി വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകുന്ന ഒരു സെറ്റപ്പ് ഒന്നുമില്ല. പാകിസ്ഥാൻ പറയുന്നതാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലുള്ള ബലൂച്ച് ലിബറേഷൻ ആർമി അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ജാഫർ എക്സ്പ്രസ് ഒക്കെ അവർ തട്ടിക്കൊണ്ടുപോവുക, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം ഇന്ത്യ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണെന്ന് അവർ പറയുന്നതല്ലാതെ അതിന് തെളിവ് ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല. ആഭ്യന്തരമായിട്ട് പാകിസ്ഥാനിൽ തന്നെയുള്ള ഇതര രാഷ്ട്രീയ കക്ഷികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നില്ല. പിന്നല്ലേ ഇന്ത്യയും അന്താരാഷ്ട്ര സമൂഹത്തിനെയും അവർ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്ന, ഇൻഡോക്ട്രിനേഷൻ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയും ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് അവരെ ആക്രമിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സെന്ററുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ച് നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അഹിംസ മാത്രമാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അടികെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് ഇന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന, നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി പറയുന്ന പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് റൈറ്റ് ആണ്. അതായത് അന്താരാഷ്ട്ര സമൂഹം UN അടക്കം അംഗീകരിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തേക്ക് ഒരു മെഷർ, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഒരു അൺടുവേർഡ് ഇൻസിഡന്റ് അവർ സ്പോൺസർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്കതിന് തിരിച്ചടിക്കാനുള്ളത് ഒരു അവകാശമാണ്. ആ അവകാശത്തിനെ വളരെ പരിമിതമായി റെസ്ട്രെയിൻറ്റോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി, അത് വളരെ പ്രധാനമാണ്, റെസ്പോൺസിബിളായിട്ടാണ് ഇന്ത്യയുടെ റിട്ടാലിയേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഡാമേജുകളെ എല്ലാം തന്നെ കുറച്ചുകൊണ്ട് ആ രാജ്യത്തിനെ ഒരു തരത്തിലും ആക്രമിക്കാതെ വളരെ മിനിമൈസ്ഡ് ആയിട്ട് എന്നാൽ പ്രിസൈസ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് വഴിയാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലത്തേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മെഷർ ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോ ഹോൾസ് ബാർഡ്, ഇന്ത്യക്ക് തിരിച്ചടിക്കാം. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാം. ഇന്ത്യയുടെ എയർ സ്പേസിനെ പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് യുദ്ധത്തിന് തുല്യമാണ്, നമുക്ക് തിരിച്ചടിക്കാനായിട്ട് കഴിയും. നമ്മുടെ ഏതെങ്കിലും ഒരു എക്കണോമിക് സെന്റർ, ഏതെങ്കിലും ഒരു പവർ ഗ്രിഡ്, നമ്മുടെ ഏതെങ്കിലും ഒരു ഡാം, ഏതെങ്കിലും ഒരു കേന്ദ്രത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു യുദ്ധത്തിലുള്ള ഒരു നേരത്തെ ഇപ്പോൾ പറയുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം അതുപോലെ തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ
സാധാരണക്കാർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തുന്ന സമയത്ത് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്, അത് വിദേശ പ്രതിനിധികളെയും ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു, സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കാൻ മടിക്കില്ല എന്ന്. അതായത് തിരിച്ചടിക്കുവാനും ഇന്ത്യ മടിക്കില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പാകിസ്ഥാൻ ഇനി എന്തെങ്കിലും ചെയ്താൽ ഇന്ത്യയുടെ തിരിച്ചടി ഇത് മാത്രമായിരിക്കില്ല, ഭീകരരെ മാത്രമായിരിക്കുകയില്ല, അടുത്ത നടപടിയിലേക്ക് പോകുമ്പോൾ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കുമെന്നാണ്. നിശ്ചയമായും അതല്ലാതെ മറ്റു ഓപ്ഷൻ ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ വളരെ കൃത്യമായിട്ട് നേരിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് തീവ്രവാദികളെയാണ്. തീവ്രവാദികളെ ആക്രമിച്ചതിൻ്റെ പേരിൽ ഒരു രാജ്യം, തീവ്രവാദത്തിനെ എല്ലായ്പ്പോഴും ഞങ്ങൾ എതിർക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിൽ പറയുന്ന ഒരു രാജ്യം നമ്മളെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് ഇന്റർനാഷണലി പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുന്ന, അവർ തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാകും. കാരണം അവരുടെ ടെററിസ്റ്റ് ഹൈഡൌട്ടുകളെയാണ് ആക്രമിച്ചത് എന്നത് രേഖാമൂലം, ചിത്രങ്ങൾ, വീഡിയോകൾ ഒക്കെ സഹിതം നമ്മൾ കാണിക്കുകയും നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് പാകിസ്ഥാനിലുള്ള ജനത എടുത്തിരിക്കുന്ന വീഡിയോ പ്രൂവ് ചെയ്യുകയും അന്താരാഷ്ട്ര ഏജൻസികൾ, രാജ്യങ്ങളൊക്കെ തന്നെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നതെല്ലാം നുണയാണ് എന്നും സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ് അവിടെ നടക്കുന്നത് എന്നും ലഷ്കർ ഇ തൈബ ആയിക്കോട്ടെ, ജയ്ഷെ മുഹമ്മദ് ആയിരിക്കോട്ടെ, അതിന് നേതൃത്വം നൽകുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാവരും ഇന്ത്യ വിരുദ്ധത നടത്തുന്നതിന് വേണ്ടി, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് പാകിസ്ഥാൻ അഭയം നൽകുകയാണ് എന്നും അവരുടെ ഈ പ്രവർത്തനങ്ങൾ പഹൽഗാമിൽ നടന്നത് ഉൾപ്പെടെയുള്ള ഇത്രയും കാലം ഇന്ത്യയിൽ നടന്നിരിക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഈ ഒരു രാജ്യമാണ് എന്നും അതല്ലാതെ അവർക്ക് നിയന്ത്രണമില്ലാത്ത ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പേര് മാറി പല പേരുകളിൽ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ TRF പോലെയുള്ള പല പേരുകളിൽ പല പ്രോക്സികളായി വരുന്ന പല ഗ്രൂപ്പുകളും അവിടെ ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ ലിങ്ക് ബാക്ക് ചെയ്യുന്നത് ഈ ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള അല്ലെങ്കിൽ ജയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളിലേക്കാണ്. ഈ സംഘടനകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അവരെ പൂർണ്ണമായിട്ടും ന്യൂട്രലൈസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ നാട്ടിൽ ഇവർക്കെല്ലാവർക്കും തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളങ്ങളുള്ളത്? എന്തുകൊണ്ടാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ചേസ് ചെയ്യുന്ന ഭീകരവാദികൾക്ക് പോലും ഇവർ അഭയം നൽകുന്നത്? അപ്പോൾ അത് അവിടുത്തെ ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയോ മിലിറ്ററിയുടെ കഴിവില്ലായ്മയോ ആയിട്ട് ചിത്രീകരിക്കേണ്ടതില്ല, മറിച്ച് അവരോട് കൊല്യൂഡ് ചെയ്തുകൊണ്ട് അവർ തന്നെ ഇവർക്ക് വേണ്ടുന്ന അഭയ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടാക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതിനർത്ഥം പാകിസ്ഥാൻ സ്പോൺസറായിട്ടുള്ള ടെററിസമാണെന്നാണ്. ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 തരത്തിലുള്ള സെന്ററുകളെ ആക്രമിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള ഏതൊരു തിരിച്ചടിക്കും, ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, പ്രൊപ്പോർഷനേറ്റ് എന്നാണ്. അതായത് ഞങ്ങൾ ലാർജ് സ്കെയിലിലേക്കൊന്നും പോയിട്ടില്ല, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചടി മാത്രമേ നൽകിയിട്ടുള്ളൂ, ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ വളരെ വലിയ രീതിയിലത്തേക്കുള്ള പ്രഹരശേഷി നമ്മൾ അവരെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഇന്ത്യയെ തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള ന്യായവുമില്ല. സിവിലിയൻ ഡാമേജുകളില്ല, എക്കണോമിക് കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല, ഒപ്പം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പാകിസ്ഥാനിലെ ആർമിയെയോ അല്ലെങ്കിൽ അവരുടെ ബേസുകളെയോ ആക്രമിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് അവർക്ക് റീസൺ? ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് റീസണാണുള്ളത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ഉചിതമായ രീതിയിലത്തേക്കുള്ള തിരിച്ചടിക്കുള്ള മെഷർ നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഹൈ പവർ മീറ്റിംഗ് അവരുടെ സൈന്യത്തിനെ ചുമതലപ്പെടുത്തുന്നത് എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ അതിനൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഇന്ത്യയാണ് അവരുടെ ശത്രു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ബീജാവാപത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമുള്ള ഒരു രാജ്യമാണ്. അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയാണ്, ഹിന്ദു വിരുദ്ധതയാണ്. അതാണ് അവിടെ നിന്ന് വരുന്ന കൂട്ടമായിട്ട് വരുന്ന ടെററിസ്റ്റുകളാണെങ്കിലും 2-3 പേര് വരികയാണെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ രാജ്യം ഇപ്പോഴും ശ്രമിക്കുന്നത്. എന്നിട്ട് അവരവിടെ സെക്യുലറിസം പറഞ്ഞതുകൊണ്ടോ ഞങ്ങൾ തീവ്രവാദത്തിന്റെ ഇരകളാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ എന്താണ് അവരുടെ പ്രവൃത്തിയും അവരുടെ വാക്കും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. ഉദാഹരണമാണ് ഇന്ന് ഇത്രയും ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തിട്ടും ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഇന്ത്യ ആക്രമണം നടത്തുകയാണ് ചെയ്തത്, അതിൽ ഒരു ഭീകരരും ഉൾപ്പെട്ടിട്ടില്ല, ഒരു ഭീകരനെയും ന്യൂട്രലൈസ് ചെയ്തിട്ടില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കുകയാണല്ലോ പാകിസ്ഥാൻ ചെയ്യുന്നത്. ശ്രീ വേണുഗോപാൽ, അതെ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നുണ കൊണ്ട് നിലനിൽക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണ്. അപ്പോൾ ഇനിയും അവർ ശ്രമിക്കുന്നത് നുണകൾ കൊണ്ട് ഇന്ത്യക്കെതിരെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ പോലും വേണ്ട കരുക്കൾ നീക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുക നമ്മുടെ ആർമി താവളങ്ങളോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ കേന്ദ്രങ്ങളോ മാത്രമായിരിക്കില്ല. തീവ്രവാദ സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് മസ്ജിദിന് പകരം മന്ദിർ, ഡാം, സ്കൂൾ എന്നൊക്കെയാണ്. അപ്പോൾ ആ തരത്തിൽ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യക്ക് അത് അതിഭീകരമായിട്ട് അവരെ നേരിടേണ്ടി വരും. അതവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മന്ദിരാക്രമണം എന്ന് പറയുന്നത് അവരുടെ ഈ മത തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ മതരാഷ്ട്രവാദത്തിൻ്റെയൊക്കെ ഒരു സൈഡ് തന്നെയാണ്.
ബലൂചിസ്ഥാൻ പിന്നെ തീവ്രവാദികളെ നമ്മൾ ഇവിടെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്, അത് പല സ്കൂളുകളിലുമാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പോൾ സ്കൂളുകൾ തകർക്കുന്നതിനും അവർക്ക് ആ വാദം ഉന്നയിക്കാം എന്നുള്ളത്, ഇതെല്ലാം കള്ളം കൊണ്ട് മാത്രം, കള്ളമാണ് ഡിപ്ലോമസി എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് ചൈന ഇത്തരത്തിൽ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇന്ത്യക്ക് ഒരു ചെറിയ ഭീഷണിയുള്ളത്. പക്ഷേ നമുക്ക് ഇനിയും നമ്മൾ ഈ തീവ്രവാദത്തെ വെച്ച് ഉറപ്പിക്കില്ല, ഏത് കാരണവശാലും ഇത് തകർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ കളിച്ചാൽ പാകിസ്ഥാന് വരാൻ പോകുന്നത് ബലൂചിസ്ഥാൻ്റെയും അതുപോലെ തന്നെ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ്റെയും പിയോക്കയുടെയും ഒക്കെ അരിഷിതാവസ്ഥകൾ തന്നെയായിരിക്കും. അത് പാകിസ്ഥാന് ഒരു ചെറിയ ഭയമുണ്ട് താനും. ആ ഭയത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. എങ്കിലും അവർക്ക് ഒരു യുദ്ധമോ യുദ്ധസമാനമായ സിറ്റുവേഷനോ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ പട്ടാളത്തിൻ്റെയും പിന്നെ ഇപ്പോഴത്തെ ഈ സ്കെലിറ്റൻ പബ്ലിക് ഈ ഗവൺമെൻറ്റിൻ്റെയും നിലനിൽപ്പ് നിർത്തിക്കൊണ്ട് പോവുക, നിലനിൽപ്പ് തുടർന്നുകൊണ്ട് പോവുക എന്നുള്ളതാണ് അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഈ കള്ളം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ കാലത്തും മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഈ ധനം, ജലം എന്നിവ തന്നെ നമ്മൾ